അധ്യായം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ്. സുവിശേഷം ഒന്നേ ഉള്ളൂ. അത് എഴുതിയ എഴുത്തുകാർ 4 പേരാണ്: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിന്റെ 33 വർഷത്തെ ശുശ്രൂഷ കാലയളവിനെ വളരെ ചുരുക്കി നമുക്ക് വേണ്ടിയ സന്ദേശങ്ങൾ മാത്രം കുത്തി നിറച്ചാണ് 4 എഴുത്തുകാർ ഈ സുവിശേഷം 4 പുസ്തകങ്ങളിലായിട്ട് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് 8-ാമത്തെ അധ്യായത്തിൽ 34 വാക്യങ്ങളുണ്ട്. 34 വാക്യത്തിനകത്ത് 5 വലിയ അത്ഭുതങ്ങൾ ഈ അധ്യായത്തിനകത്തുണ്ട്. ഒന്നാമത് നടന്ന കാര്യം ഒരു കുഷ്ഠരോഗിയുടെ സൗഖ്യമാണ്. അത് 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. 8-ാമത്തെ വാക്യത്തിൽ ശതാധിപന്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം നമുക്ക് കാണാം. 15-ാമത്തെ വാക്യത്തിൽ പത്രോസിന്റെ അമ്മായിയമ്മയുടെ സൗഖ്യം നമുക്ക് കാണാം. 16-ാമത്തെ വാക്യത്തിൽ ദുരാത്മാക്കളെ സൗഖ്യമാക്കി, ദുരാത്മാക്കളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കുന്ന കാഴ്ച 15-ാമത്തെ വാക്യത്തിൽ കാണാം. 16-ാമത്തെ വാക്യത്തിൽ 31-ാമത്തെ വാക്യത്തിൽ ദുരാത്മാക്കളിൽ നിന്ന് വ്യക്തികളെ വിടുവിച്ച് സൗഖ്യമാക്കുന്ന കാഴ്ച 31-ാമത്തെ വാക്യത്തിൽ കാണാം. ഈ അധ്യായത്തിൽ ഒറ്റ വാക്യം പോലും മാറ്റി നിർത്താനില്ല. എല്ലാത്തിനും വ്യക്തികളെ സ്പർശിക്കുന്ന ദൈവത്തിൻ്റെ കരം കാണാം. നിങ്ങൾക്കറിയാമോ, യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. ഏകദേശം 111 വാക്യങ്ങൾ 3 അധ്യായങ്ങളിലുണ്ട്. യേശുവിൻ്റെ മലമുകളിലെ പ്രസംഗം. യേശുവിനെ അറിയാത്തവർ പോലും, സ്തോത്രം, പഠിക്കുന്നവരും എഴുത്തുകാരും പ്രസംഗകരുമൊക്കെ ഈ 111 വാക്യങ്ങളെ ആധാരമാക്കിയാണ് പ്രസംഗിക്കുന്നത്. ഒരു ജന്മം പ്രസംഗിച്ച തീരാ സന്ദേശമാണ് 111 വാക്യം. മലമുകളിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവ് പറഞ്ഞപ്പം ആ പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഒരു കുഷ്ഠരോഗി നിന്നോണ്ട് 5-ാം അധ്യായത്തിൽ യേശു മലയിൽ കയറി, 8-ാം അധ്യായത്തിൽ യേശു മലയിൽ നിന്നിറങ്ങി 111 വാക്യം ജനത്തോടും ശിഷ്യന്മാരോടും പറഞ്ഞിട്ട് മലയിറങ്ങി വരുമ്പം അടിവാരത്തിൽ നിന്നൊരു കുഷ്ഠരോഗി ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അവൻ പറയുക, കർത്താവെ തൊടണ്ട, കൽപ്പിക്കണ്ട, അങ്ങയ്ക്കൊന്ന് മനസ്സുണ്ടായാൽ മതി. കർത്താവ് കണ്ടോ, ഓരോ മനുഷ്യൻ്റെ ഇന്നിവിടെ ഇരിക്കുന്നവരോട് പറയാം, നിങ്ങളുടെ അകത്ത് വിശ്വാസം തലപൊക്കിയാൽ ആരും നിങ്ങളുടെ അടുക്കൽ വരണ്ട. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് വിടുതൽ പ്രാപിക്കാം. നീ ആരുടെ അടുക്കലാ വന്നതെന്നുള്ള ബോധം, നീ ആരെയാണ് ആരാധിക്കുന്നെന്നുള്ള ബോധം, നീ സേവിക്കുന്ന ദൈവം ആരാണ്. ഹല്ലേലൂയ. പൗലോസിന്റെ ചില പദങ്ങൾ നിങ്ങൾ കേട്ടോണം. എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി. ഞാൻ നിന്നോട് പറയാം, ലോകത്തിൽ ആര് തീർത്താലും തീരാത്ത വിഷയം എൻ്റെ കർത്താവ് തീർത്താൽ അത് ഭംഗിയായി തീർക്കും. മനസ്സിലാകുന്നവർ ദൈവത്തിനോട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അല്പസമയം വചനം പറയാൻ പോകുന്നത്. ഞങ്ങളൊരു പ്രസംഗകരാണ്. ഞങ്ങൾക്ക് 1, 2, 3 മണിക്കൂർ പ്രസംഗിച്ചാലും ഞങ്ങൾക്ക് ഈ പ്രസംഗം നിർത്താൻ തോന്നത്തില്ല. കാരണം ദൈവവചനം എന്ന് പറഞ്ഞാൽ ആത്മീക ദൂതിൻ്റെ കലവറയാണ്. കേട്ടിരുന്നാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകത്തില്ല. എങ്കിലും ഇതിന് സമയവും പരിമിതിയൊക്കെ ഉണ്ടല്ലോ. അവിടെ നിന്നുകൊണ്ട് കർത്താവിന് സ്തോത്രം, നമുക്ക് ഈ ദൂതിനെ ശ്രദ്ധിക്കാം. മലമുകളിൽ വചനം കേട്ട ഞാനൊരു ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ആര് വചനം വായിച്ചാലും ആര് വചനം പ്രസംഗിച്ചാലും കേൾക്കുന്നയാളുടെ അകത്ത് വചനം വിശ്വാസമായി പരിണമിക്കുന്നില്ല എങ്കിൽ ഇത് വെറും ഒരു പ്രസംഗമാണ്. എന്നാൽ കേൾക്കുന്നവൻ്റെ അകത്ത് ഇത് വിശ്വാസമായി പരിണമിച്ചാൽ ആ വചനം അവന് ജീവനാണ്. ഓ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ, ഈ വചനം കേൾക്കുമ്പോൾ പ്രത്യേകത, നമ്മുടെ കുറവ് വെളിപ്പെടുമ്പം നമുക്ക് നെഞ്ചിടിപ്പ് കൂടും. നമ്മുടെ കുറവ്, പ്രസംഗത്തിനിടെ ആരെങ്കിലും നമ്മുടെ കുറവ് നമ്മൾ വീട്ടിൽ പറഞ്ഞ കാര്യം യോഗത്തിന് പറയും, കർത്താവിന് സ്തോത്രം. ഒരു ദിവസം ഒരു മീറ്റിങ്ങിന് ഒരാൾ മാനസാന്തരപ്പെട്ട കാര്യം മീറ്റിംഗ് കഴിഞ്ഞ് ഹോട്ടലിൽ, സ്തോത്രം, എന്നെ കാണാൻ വന്നപ്പോൾ എന്നോട് വിവരിച്ചു. പുള്ളി പറയാ, ഞാൻ പ്രസംഗിച്ചപ്പോഴല്ല, മറ്റൊരു പ്രസംഗകൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, അദ്ദേഹത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം, കുടുംബ പ്രോപ്പർട്ടി സംബന്ധിച്ച് ഒരു തർക്കം നടന്ന്
അപ്പനെ വശീകരിച്ച് അപ്പൻ ചാവുന്നതിന് മുമ്പേ പുള്ളി ഒപ്പിട്ട് വാങ്ങിച്ചു. എന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ച് ആരാധനയ്ക്ക് മിടുക്കനായിട്ടിരിക്കുമ്പം അന്ന് വന്ന പാസ്റ്റർ പ്രസംഗിച്ചു, നീതിയല്ലാതെ നീ ചെയ്തതെല്ലാം നിനക്ക് കുരിശാന്ന് പറഞ്ഞു. അന്ന് അതായത് പ്രസംഗം അതല്ലായിരുന്നു. എന്നിട്ട് പുള്ളി പറയുക, അമ്മി നിന്റെ അനുജനും നിന്റെ പെങ്ങളും അനുഭവിക്കേണ്ട സ്വത്ത് നീ പിടിച്ചു വാങ്ങിച്ചു ഞാൻ ഭക്തനെന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞാൽ നിന്റെ സ്തോത്രം മേപ്പോട്ട് പോകത്തില്ലെന്ന് പുള്ളി പറഞ്ഞു. അമ്മി നേരെ അവിടെ ചെന്ന് ദൈവത്തിന് സ്തോത്രം, ചേട്ടനും പെങ്ങൾക്കും വേണ്ട സ്ഥലം എഴുതി കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു വെച്ചാൽ ഞാൻ വീട്ടിൽ പോയെ. കേട്ടോ, അതിനർത്ഥം എന്തുവാ? വചനം അവനെ കുത്തി, അതവന് ഫലം ചെയ്തു. ഇനി മറ്റൊരു അനുഭവം, ചില വചനങ്ങൾ പറയുമ്പം നമ്മുടെ ദേഹത്ത് കുളിര് കോരിയിടും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? അമ്മി നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ചില പ്രസംഗകരെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാര്യമല്ല, അവർ അടിപൊളിയായിട്ടൊന്നുമല്ല, അവർ പറയുന്ന വാക്ക് നമ്മുടെ അകത്ത് കൂർത്ത അമ്പ് പോലെ വന്നു കയറിക്കഴിഞ്ഞാൽ നമ്മൾ പരിസരം മറക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പം ഈ വചനം കേൾക്കുമ്പോൾ ഒരു ഫീലിങ്ങും ഇല്ല. കുറച്ചു നേരം ഉറങ്ങി, കുറച്ചു നേരം ചാരി ഇരുന്ന്, കുറച്ചു നേരം ഗ്ലോറിയൊക്കെ പറഞ്ഞ് പിന്നെ പോയി ഒരു സോഡ കുടിച്ചു വന്നു, പിന്നെ ഒരു നാരങ്ങാവെള്ളം കുടിച്ചു, പിന്നെ പോകാൻ നേരത്ത് ഫോണെ എല്ലാവരെയും ഒന്ന് നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, ആളൊക്കെ ഉണ്ടായിരുന്നു, കൈയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, ഗ്ലോറി വിക്ടറി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ വചനം കേൾക്കുമ്പം നിങ്ങളുടെ അകത്ത് പരിവർത്തനം ഉണ്ടാകണം. മലമുകളിലെ പ്രസംഗം കേട്ടവ അടിവാരത്തിൽ നിന്നവൻ പറയുക, കർത്താവേ, കുഷ്ഠരോഗിയെ അടുക്കൽ വരുത്താൻ ഒരുത്തൻ്റെ അടുക്കൽ വന്നാൽ ആ വരുന്നവൻ അല്ലെങ്കിൽ തൊടുന്നവൻ അശുദ്ധനാകും. പക്ഷെ അവൻ പറയുക മേളിൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ, കർത്താവേ നീ മനസ്സ് വെച്ചാൽ ഞാൻ സൗഖ്യമാവും. ഇവിടെ ദൈവത്തോട് ശതാധിപൻ പറയാം, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ. കേട്ടോ, ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ആർക്കുമില്ലാത്തൊരു വിശ്വാസം ഇന്ന് നീ ഏറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഒരാളുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യം. ഒരിക്കൽ ഞാൻ പ്രസംഗിക്കാൻ പോയൊരു വേദിയിൽ കർത്താവിന് സ്തോത്രം പറഞ്ഞതാ. ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ സാക്ഷി പറയുക. സ്തോത്രം, അവരുടെ ചർച്ചിൽ ഒരു വലിയ മീറ്റിംഗ് നടക്കുക. മീറ്റിംഗ് നടക്കുമ്പോൾ ഭയങ്കര രോഗസൗഖ്യ ശുശ്രൂഷയുള്ള ഒരു ദൈവദാസൻ ആ മീറ്റിംഗ് വരിക. പേരൊന്നും ഞാൻ പറയുന്നില്ല. പ്രസംഗം കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, അന്ന് ദൈവത്തിന് സ്തോത്രം റൂമാലിട്ട് സൗഖ്യമാക്കിയെന്നായിരുന്നു പുള്ളിയുടെ പ്രസംഗം. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഒരു താൻ മുഖം തുടയ്ക്കാൻ കൊണ്ടുവന്ന തുവാലയും കൊണ്ട് ഈ പാസ്റ്ററൊക്കെ ചെന്നേച്ച് പറഞ്ഞു, എൻ്റെ ഭർത്താവ് തളർന്നു കിടക്കുക, ഈ തുവാലയൊന്ന് പ്രാർത്ഥിച്ചു തരാമോ എന്ന് പറഞ്ഞാൽ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ഒരു പാക്കറ്റ് എന്ന് വെച്ച് തുവാലയും കൊണ്ട് വന്നെന്നല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. ഞാൻ ഈ കൊറോണയുടെ സമയം ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. ഞാൻ നോക്കിയപ്പം പ്രാർത്ഥിക്കാൻ വരുന്നവരെ ഇങ്ങോട്ട് അടുക്ക് വരുമ്പം ഒരു പ്രസംഗപീഠത്തിൻ്റെ അവിടെ ഒരു ടിഷ്യൂ ബോക്സ് വെച്ചേക്കുക. പാസ്റ്റർ ഞാൻ നോക്കിയപ്പോൾ ഒരു ടിഷ്യൂ എടുക്കും, ഒരാളുടെ തലയിൽ കൈവെക്കും, അത് വേസ്റ്റിലിടും. അടുത്ത ടിഷ്യൂ എടുക്കും. എന്തിനാ? തലയിൽ കൈവെക്കുമ്പോൾ കൊറോണ വരുമോ? ഞാൻ തോണ്ടി വെച്ച് പറഞ്ഞു, പ്രാർത്ഥിക്കാതിരിക്കുന്ന അന്നല്ലേ. ഞാൻ മിണ്ടുന്നില്ല. പ്രാർത്ഥിക്കുന്നവന് പേടിയാ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആ തുവാല പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ആ പുള്ളിക്കാരത്തി പറയുക, ഞാൻ വീട്ടിൽ കൊണ്ട് ഈ തുവാല നൂത്ത് എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് ഇട്ടേച്ച് പറഞ്ഞു, ഇന്ന് നിങ്ങൾ സൗഖ്യമാവും. എത്രാം വാക്യോ അതറിയത്തില്ല, പക്ഷെ ഇന്ന് നിങ്ങൾ, അത് ഭാര്യയുടെ വിശ്വാസമാണ്. ഭാര്യ ടോയ്ലറ്റിൽ കയറി കുളിച്ചാൽ ചിറങ്ങി വന്നപ്പോൾ ഭർത്താവ് കട്ടിലല്ല എഴുന്നേറ്റിരിക്കുന്നു. അവർ സാക്ഷി പറയുക. ഞാനൊരു ദൂത് പറയാം, ഒരുത്തൻ്റെ അകത്ത് വിശ്വാസം തലപൊക്കിയാൽ ഒരു വാക്കേശു കൽപ്പിച്ചാൽ മതി, നിന്റെ വിഷയത്തിന് വിടുതലാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൈവത്തിന്റെ ദൂത് പറയാം. ഒരു കുഷ്ഠരോഗി പറയുക, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ. രണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്നവനെ നമസ്കരിച്ച്, കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന്. ദൈവത്തിന് മനസ്സുണ്ടോന്നോ? മനസ്സേ ഉള്ളൂ. അടുത്ത വാക്യം കൂടെ വായിക്കാമോ? അവൻ കൈ നീട്ടി അവനെ തൊട്ടു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എന്റെ ദൈവത്തിന്റെ പ്രത്യേകത പറയാം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്നവനാ ദൈവം. ഒരാമീൻ പറഞ്ഞാട്ട് നിങ്ങൾക്കറിയോ, ഒരിക്കൽ കുറച്ച് ശിശുക്കളെ കൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിന് സ്തോത്രം, പേരൻസ് ആവശ്യപ്പെട്ട്, കർത്താവേ ആ ശിശുക്കളെ ഈ ശിശുക്കളെ ഒന്ന് തൊടണമെന്ന് പറഞ്ഞു. ശിശുവിനെ ഒന്ന് യേശു ചെയ്ത് കേൾക്കണോ? പേരൻസ് തൊടണമെന്ന് കൊതിച്ചപ്പം ശിശുക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ബൈബിളിലെ വാക്യമാണ്, നീ എന്താഗ്രഹിക്കുന്നോ അതിനപ്പുറം ചെയ്യുന്നവനാ കർത്താവ്. നീ എന്താഗ്രഹിക്കുന്നോ അതിനപ്പുറം ചെയ്യുന്നവനാ കർത്താവ്. എത്ര പേർ അതിനാമീൻ പറയാൻ പറ്റും?
അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്ത് വെച്ചാൽ നീ ആഗ്രഹിച്ചതിനേക്കാൾ വലുതേശു ചെയ്യുമെന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ, നീ ആഗ്രഹിച്ചതിനേക്കാൾ. യേശുവിൻ്റെ നാമത്തില് 20-ാം സങ്കീർത്തനം നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരുമെന്ന. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് ഈ ദൂതിലോട്ട് ഒന്ന് കടന്നു വരാം. പരിശുദ്ധാത്മാവ് ഇന്ന് വലിയ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി പാലക്കാട് നിന്ന് പറയാം, നിന്നെ സൗഖ്യമാക്കാൻ ദൈവത്തിന് മനസ്സുണ്ട്. ചിലരൊക്കെ സൗഖ്യമാകട്ടെ, ചിലരൊക്കെ വിടുവിക്കപ്പെടട്ടെ. ദൈവത്തിന് മനസ്സുണ്ട്. മാറാത്ത രോഗബാധ നിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിന്നെ ദേശത്ത് വികൃതനാക്കിയ, പരസ്യ കോലമാക്കിയ ആ ദുരാത്മാവിന്റെ മേൽ ജയം തരാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നോക്കിയേ, അത് ആ മനുഷ്യന്റെ അകത്തുണ്ടായ വിശ്വാസമാണ്. സ്തോത്രം. ഇനി രണ്ടാമതൊരു മനുഷ്യൻ വരിക, അവന്റെ കാര്യമാണ് പ്രസംഗിക്കുന്നത്. അവന്റെ പേര് ശതാധിപൻ. അവന്റെ ബാല്യക്കാരൻ എന്തോ പിടിച്ചു കിടക്കുക, പക്ഷപാതം പിടിച്ച് കഠിന വേദനപ്പെട്ട് കട്ടിലെ ചുരുണ്ട് കിടക്കുക. അവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ബാല്യക്കാരനെ സൗഖ്യമാക്കണം. ഉടനെ കർത്താവ് പറയുക, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ. അപ്പൊ കർത്താവ് അവൻ പറയുക, വീട്ടിൽ വരണ്ട, എനിക്കും അധികാരമുള്ളവനാ. ഒരു ഭടനോട് പോകാൻ പറഞ്ഞാൽ പോവും, വരാൻ പറഞ്ഞാൽ വരും, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും. അതുപോലെ നിനക്കും അധികാരമുണ്ട്. നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ ബാല്യക്കാരൻ്റെ മേൽ സൗഖ്യത്തിന്റെ കരം വെളിപ്പെടും. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം, നിന്റെ വിടുതലിന് ദൈവത്തിന്റെ ഒരു ചിന്ത മതി, നിന്റെ വിടുതലിന് ദൈവത്തിന്റെ ഒരു തൊടിയിൽ മതി, നിന്റെ വിടുതലിന് ദൈവത്തിന്റെ ഒരു വാക്ക് മതി. എന്നിട്ട് അവൻ കർത്താവിനോട് പറയാ, കർത്താവേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാവും. ഇനി മൂന്നാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഞാൻ ആ ഭാഗത്തിൽ നിന്നോട്ടാണ് ഇന്ന് ശുശ്രൂഷിക്കുന്നത്. മൂന്നാമത്തെ പദം നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു അവിടുന്ന് നേരെ പോയത് പത്രോസിന്റെ വീട്ടിലോട്ടാ. എവിടോട്ടാ? 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. കർത്താവിന് സ്തോത്രം. അവൻ അവളുടെ കൈ തൊട്ടു. 14 മുതൽ വായിച്ചാട്ടെ. യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ. അവന്റെ അമ്മാവിയമ്മ പനി പിടിച്ചു കിടക്കുന്ന കണ്ടു. പത്രോസിന്റെ അമ്മായിമ്മ പനി പിടിച്ചു കിടക്കുക. അവൻ അവളുടെ കൈ തൊട്ടു, പനി അവളെ വിട്ടു. കണ്ടോ? യേശു അവിടെ കണ്ടോ? ഇവിടെ നോക്കിയേ, യേശുവിന് സൗഖ്യമാക്കാൻ മനസ്സാ, യേശുവിന് കൽപ്പിക്കാൻ മനസ്സാ, യേശുവിന് തൊട്ടു സുഖപ്പെടുത്താൻ മനസ്സാ. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആരും തൊട്ടാൽ വിടുതൽ കിട്ടാത്ത വിഷയത്തെ ഇന്ന് യേശു തൊടട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? പത്രോസിന്റെ അമ്മായിയമ്മയെ ദൈവത്തിന് തൊട്ടപ്പോൾ ഓൺ ദ സ്പോട്ടിൽ അവൾ സൗഖ്യമായി. ഇനി നിങ്ങൾ അടുത്ത പദത്തിലോട്ടൊന്ന് വന്നേ, വാക്യം 16 വന്നേ. ഹല്ലേലൂയ. വൈകുന്നേരമായപ്പോൾ പല ഭൂതഗ്രസ്തന്മാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വാക്കുകൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ദുരാത്മാക്കളെ പുറത്താക്കുന്നത് വാക്കുകൾ കൊണ്ടാണ്. ഒരാമീൻ പറയണം. ഞാൻ വീണ്ടും പറഞ്ഞു, 2 രാജ്യത്തിന്റെ പണി ഇവിടെ നടക്കുക. ഒന്ന് ദൈവരാജ്യത്തിന്റെ പണി, 2 സാത്താന്റെ രാജ്യത്തിന്റെ പണി. ദൈവത്തിന് സ്തോത്രം. ദൈവരാജ്യത്തിന്റെ പണി നടത്തുന്നത് ദൈവം മനുഷ്യനെ കൊണ്ടാണ്. സാത്താന്റെ രാജ്യത്തിന്റെ പണി നടത്തുന്നതും സാത്താൻ മനുഷ്യനെ കൊണ്ടാണ്. ദൈവരാജ്യത്തിന്റെ പണി നടത്താൻ ദൈവമക്കളുടെ മേൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെയാ. സാത്താന്റെ രാജ്യം പണിയാൻ സാത്താൻ മനുഷ്യനെ മേൽ പകർന്നത് സാത്താന്റെ ആത്മാവിനെയാ. പക്ഷേ ദൈവാത്മാവ് എവിടെ ഉണ്ടോ അവിടെ ദുരാത്മാക്കളുടെ പ്രവൃത്തികൾ തന്നെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും. ഇന്ന് ഈ പാലക്കാടിന്റെ മണ്ണിൽ വചനം കേൾക്കുന്നവരോട് പറയാം, ദുരാത്മാക്കളെ പുറത്താക്കാൻ വാക്കുകൾക്ക് അധികാരമുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വീടിനോട് പോരാടുന്ന, നിന്റെ സന്തതികളോട് പോരാടുന്ന, നിന്റെ കുടുംബത്തോട് പോരാടുന്ന സകല ദുരാത്മാക്കളെ, എത്ര പേർക്ക് അതിന് ആമിയും പറയാൻ പറ്റും? നമുക്ക് ഇച്ചിരിയുടെ ഗഹനമായിട്ട് വരാം. കണ്ടോ, ഒരുത്തൻ പറയുക, നിനക്ക് മനസ്സുണ്ടായി ഞാൻ സൗഖ്യമാവും. മറ്റൊരാൾ പറയുക, ഒരു വാക്ക് കൽപ്പിച്ച സൗഖ്യമാവും. വേറൊരാൾ പറയുക, ഒന്ന് തൊട്ടാ സൗഖ്യമാവും. വേറൊരാൾ പറയുക, ദൈവത്തിന് സ്തോത്രം, അവൻ വാക്കുകൊണ്ട് ദുരാത്മാവിനെ എന്ത് ചെയ്തു?
പുറത്താക്കി. നമുക്ക് ഇച്ചിരൂടെ മുമ്പോട്ട് പോകാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, 31-ാമത്തെ വാക്യം വായിച്ചേ. 31-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഭൂതങ്ങൾ അവനോട്, ഞങ്ങളെ പുറത്താക്കുന്നെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു. ഒരു മനുഷ്യനിൽ നിന്ന് 6000-ഓളം ദുർഭൂതങ്ങളെ യേശു വാക്കുകൊണ്ട് പുറത്താക്കുക. ഈ 8 അധ്യായത്തിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 5 സംഭവങ്ങളുണ്ട്. ഒരു സംഭവം കൂടെ ഉണ്ട്. ആ സംഭവം യേശു പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, അത് കാണിക്കുന്ന ഭാഗമാണ്. പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി ദൂതിലേക്ക് വരിക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഒരു ശതാധിപൻ പറയുകയാണ്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് പറയേണ്ട ഒരു പദമാണ്, കർത്താവേ, ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഒരു വാക്ക് എനിക്ക് വേണ്ടി കൽപ്പിക്കണേ. ആരോടൊക്കെയോ കർത്താവ് സംസാരിക്കുക. ഈ പാലക്കാട് മീറ്റിങ്ങിനകത്ത് നീ ഒന്ന് കൊതിച്ചാൽ, നീ ഒന്ന് ആഗ്രഹിച്ചാൽ, നീ ഒന്ന് കരഞ്ഞാൽ, നീ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ കാര്യത്തിൽ ദൈവം വിടുതൽ കൽപ്പിക്കട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ദൈവം വിടുതൽ കൽപ്പിക്കട്ടെ. ഞാൻ ഒരിക്കൽ കർത്താവിന് സ്തോത്രം, ഒരു സ്ഥലത്ത് മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയപ്പം ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ എന്നെ കാണാൻ വന്നു. അപ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയം കേൾക്കണം. അദ്ദേഹം സ്തോത്രം ഗൾഫ് രാജ്യത്തെ ദുബായിൽ 6 വർഷം ജോലി ചെയ്തയാളാണ്. 6 വർഷം കഴിഞ്ഞ് പുള്ളി നാട്ടിൽ വന്നു. ഇപ്പം 7 വർഷമായി നാട്ടിൽ നിൽക്കുക. 7 വർഷത്തിനിടെ 4 ഏജൻസികളിൽ 2 ലക്ഷം 3 ലക്ഷം രൂപ വീതം ഗൾഫിൽ പാൻ കൊടുത്തു. എല്ലാ പൈസയും ബ്ലോക്കായി. ഒറ്റ സ്ഥലത്തൊന്നും വിസ വരുന്നില്ല. അദ്ദേഹം ആ പാസ്പോർട്ടും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സ്തോത്രം, ഞാൻ 4 പൈസ കൊടുത്തു, എൻ്റെ 13 ലക്ഷം രൂപയോളം പോയി. ആരും പൈസ തിരിച്ചു തരുന്നില്ല. ഒരാൾ മാത്രം 1.5 ലക്ഷം രൂപ സർവീസ് ചാർജ് പിടിച്ചിട്ട് 1.5 ലക്ഷം രൂപ തിരിച്ചു തന്നു. എനിക്ക് ഒരിക്കലും വിജയിപ്പാൻ പറ്റത്തില്ല. എൻ്റെ മോളെ നേഴ്സിംഗ് പഠിപ്പിക്കണം. 2 വർഷമായിട്ട് അവൾ വെയിറ്റ് ചെയ്യുക. +2 കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ പൈസയില്ല, എനിക്ക് ജോലിയില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ ഇന്ന് വൈകിട്ടത്തെ സെക്ഷനിൽ വരുന്നതിന് മുമ്പ് ഈ പാസ്പോർട്ട് നിങ്ങൾ ഇങ്ങോട്ട് പൊക്കോ. നിങ്ങൾ കർത്താവിന് സ്തോത്രം. നിങ്ങൾ എന്നിട്ട് മത്തായി സുവിശേഷം 8-ാം അധ്യായം നിങ്ങൾ വായിക്കണം. പുള്ളി പോയിരുന്ന് വായിച്ചു. വൈകിട്ട് എന്നോട് ഒന്ന് പറഞ്ഞു, 5 പ്രാവശ്യം ഞാൻ വായിച്ചിട്ട് എന്തോ മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല, പക്ഷെ ഒരു കാര്യം മനസ്സിലായി. അതെന്തോ മനസ്സിലായത്? ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ എനിക്ക് വിടുതൽ കിട്ടും. ഞാൻ പറഞ്ഞു, അതറിയാം, അത് പറയാനാ നിന്നെ കൊണ്ട് അധ്യായം വായിപ്പിച്ചേ. നമുക്ക് ഒന്നിച്ച് പറയാമെന്ന് പറഞ്ഞു. ആ പാസ്പോർട്ട് കൈവച്ചോണ്ട്, അവനും അവൻ്റെ ഭാര്യയും കൂടെ പാസ്പോർട്ട് കയ്യിലിങ്ങനെ പിടിച്ചോണ്ട്, ആ പാസ്പോർട്ടിൻ്റെ മുകളിൽ കൈവച്ചോണ്ട് ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇവന് വിടുതൽ കിട്ടും. ഇവൻ്റെ 12 ലക്ഷം ബ്ലോക്ക് അയക്കുക, ഇവൻ്റെ ഭാവി ബ്ലോക്ക് അയക്കുക, ഇവൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഒരു വാക്ക് കൽപ്പിച്ചാൽ. ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്ന് രാത്രി ചില ബ്ലോക്കും പൊട്ടുന്ന ദിവസമാണ്. നിന്നെ സ്റ്റക്കാക്കി വെച്ച മുഴുവൻ വിഷയത്തിലും ദൈവം ഒരു വാക്ക്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. ഏകദേശം 10-27 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഒരു ദിവസം രാവിലെ പാസ്പോർട്ടും കൊണ്ട് എൻ്റെ വീട്ടിൽ വന്നേക്കുക. എൻ്റെ അടുക്കൽ വന്നിട്ട് പാസ്പോർട്ട് എന്നെ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഒരു വിസായും ടിക്കറ്റും കൊണ്ട് എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ബാസ്ത്രേ, 3 വർഷം മുമ്പ് കുവൈറ്റിൽ പങ്കെടുത്ത ഏജൻസിക്ക് പൈസ കൊടുത്താൽ അവർ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തോ, വിസ അടിക്കാൻ പോവുക. വിസ വന്നു, നാളെ ഞാൻ കയറിപ്പോകാൻ പോവുക. ചോദ്യം, 7 കൊല്ലം ബ്ലോക്കായ, 3 കൊല്ലം ബ്ലോക്കായ ഈ വിഷയം ഇതുവരെ അഴിയാഞ്ഞതല്ല. ഞാൻ ദൈവത്തിൻ്റെ വെളിപ്പാട്, വചനം നിനക്ക് തന്നത് വായിക്കാനല്ല, അത് പറഞ്ഞു ചില വിടുതൽ പ്രാപിക്കാനാ. ആരാധിക്കുന്ന ചിലരോട് പറയാം, നിന്റെ കുടുംബത്തിൻ്റെ തടസ്സം ഈ വർഷം മാറിയേ പറ്റൂ. ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ, എത്ര പേര് അതിന് ആമയും പറയും? ഒരു വാക്ക്. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പദമാ, ദൈവം നിനക്ക് വേണ്ടി ചിലത് കൽപ്പിക്കും. ഒരാമയും പറഞ്ഞു. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ചോര, ദൈവം നിനക്ക് വേണ്ടി ചിലത് കൽപ്പിക്കും. ഞാൻ രാവിലെ ഒരു പദം തൊട്ടായിരുന്നു. ആ പദത്തെ ഒന്ന് തൊട്ടോണ്ട് ഇന്ന് ചിന്ത തുടങ്ങാം. നാളെ അധികാരത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുക. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. 17-ാം അധ്യായം എടുക്കാം. 3-ാമത്തെയും 4-ാമത്തെയും വാക്യം ശ്രദ്ധിക്കാം. 1 രാജാക്കന്മാർ 17-ന്റെ 3-4 വാക്യങ്ങൾ. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം.
അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവം പറയുകയാണ്, ഒരു മനുഷ്യനോട് പറയുകയാണ്, നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഈ പ്രസംഗത്തിലേക്ക് കയറുന്നതിന് ഒരു ദൂത് പറയാം. ജീസസ് ആരും അനുഭവിക്കാത്ത ചില അനുഗ്രഹങ്ങൾ നീ അനുഭവിക്കുന്ന ദിവസങ്ങളാ മുമ്പിലുള്ളത്. നിനക്ക് വേണ്ടി ചിലതൊക്കെ ദൈവം കൽപ്പിക്കാൻ പോവുക. ആ ഒരു പദമാണ് ഇന്ന് ഇതിനെ വെളിപ്പെടാൻ പോകുന്നത്. ജീസസ് ഒരു പക്ഷേ ഈ പ്രാർത്ഥന ഈ ജനുവരി മാസം 8-ാം തീയതി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ജീസസ് ഈ മാസം തീരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി ദൈവം ഒരു വാക്ക് കൽപ്പിക്കട്ടെ. ദൈവം ഏലിയാവിനോട് പറയുക, നിന്നെ പോറ്റേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ വെളിപ്പാട് പറയാം. കർത്താവിന് സ്തോത്രം. എനിക്ക് ബൈബിളിൽ പിടികിട്ടാത്ത ഒത്തിരി സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പിടികിട്ടുവാന്നേ എന്നോടൊന്ന് പറയണം. അതിനൊരു കാര്യം പറയാം, എല്ലാ ദിവസവും മുടങ്ങാതെ ഈ അപ്പോ ഇറച്ചി ഏലിയാവിന് കൊടുക്കാൻ ഏത് വീട്ടിലായി അപ്പോ ഇറച്ചിയും ചുട്ടുവച്ചേക്കുന്ന രാവിലെ? അറിയാവുന്നൊരു യോഗം കഴിഞ്ഞ് എന്നോടത് പറയണേ. എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാ. സ്തോത്രം. 30 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്ക് ജനത്തിന് എല്ലാ ദിവസവും രാവിലെ മന്ന ഇങ്ങനെ അങ്ങ് പൊഴിയുക. ഈ ഗോഡൗൺ എവിടാന്ന് അറിയോ? സാരാപത്തിലെ വിടവയുടെ വീടിനകത്ത് ഒരു പാത്രത്തിനകത്തുനിന്നേ ഒരു പഞ്ചായത്ത് കഴിക്കാനുള്ള മാവ് എല്ലാ ദിവസവും ഉണ്ടായി വരിക. അതിന് താഴെ ടാങ്ക് ഉണ്ട്. എനിക്കറിയാത്തോണ്ട് ചോദിക്കുക. ലോഡ്, എടാ, ബൈബിള് വിശ്വസിക്കുന്നെങ്കിൽ നീ ആദ്യം അത്ഭുതത്തിൽ വിശ്വസിച്ചോണ്ടേ ബൈബിള് വിശ്വസിക്കാവൂ. കാരണം എന്താ? നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ദൈവം റെഡിയാ. നിനക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കാൻ. ഓ ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നീ ചിന്തയെ പോലും ഇല്ലാത്ത ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകാൻ പോവാ. ഇന്ന് നീ പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ചിലത് കൽപ്പിക്കണമേ. എത്ര പേരാമീൻ പറഞ്ഞാട്ട് ഈ ദൈവത്തിന്റെ സിസ്റ്റം. ഈ യോനയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സമയം എടുക്കുന്നില്ല. കാരണം ഈ ദൂതുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഒരു വാക്ക് പറയാം, അവൻ കൽപ്പിച്ചൊരാവണക്കിനെ മുളപ്പിച്ചു. തമ്പുരാൻ കൽപ്പിച്ചാൽ മുളയ്ക്കും. തമ്പുരാൻ കൽപ്പിച്ചാൽ ലോഡ് അമി നിന്റെ വീട്ടിൽ അമി എത്താൻ വഴിയില്ലാത്തടത്ത് ദൈവം നന്മ എത്തിക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട്, നിന്നെ പോറ്റേണ്ടതിന് ദൈവം കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഓ ഹല്ലേലൂയ. നോക്കിയേ, ഏലിയാവ് കെരീത്തിന്റെ കരയിൽ ഇരിക്കുക. എന്നും വെള്ളം കുടിച്ചോണം. ലോഡ് കാക്കയോട് കൽപ്പിച്ചിട്ട് അപ്പോ ഇറച്ചി തരാൻ. നിങ്ങൾ എന്നെ നോക്കണം. ആഹാബിന്റെ ഭടന്മാര് ഏലിയാവിനെ തപ്പി നടക്കുക. ഞാനൊരു ദൂത് പറയാം, ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ ഒരു ശത്രുവ് നിന്നെ കാണുകയില്ല. ദൈവം നിന്നെ ഒളിപ്പിച്ചാൽ, ദൈവം നിന്നെ മറച്ചാൽ ഒരു ശത്രുവ് നിന്നെ കാണുകയില്ല. ആഹാബ് തലകുത്തി നിന്നു. ഭടന്മാരോട് പറഞ്ഞു, സ്വത്രം സൊമാറ്റോക്കാർ പോകുന്ന വഴി തപ്പിക്കണം. ഇനി ഏലിയായിരിക്കുന്നിടത്ത് പോയാലോ? സ്വത്രം ഭടന്മാര് നോക്കി നടക്കുക. പക്ഷെ ഈ നോക്കി നടക്കുന്ന തലയുടെ മോളിൽ കൂടെ ഏലിയാവിന്റെ മറുപടി പറന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാനൊരു ദൂത് നിന്നോട് തുറന്നു പറയാം, ശത്രു ഒരു വഴി അടച്ചാൽ 7 വഴി തുറക്കുന്നവനാ ദൈവം. തിരിച്ചറിവുള്ളവർക്കായി സ്തോത്രം ചെയ്യുക. നിങ്ങൾക്കൊരു ഫീല് വരുന്നുണ്ടോ? 2025-ലും 2024-ലും സംഭവിക്കാത്തത് എന്തോ ഈ 2026-ൽ എന്റെ ലൈഫിൽ സംഭവിക്കാൻ പോവുക. മുമ്പ് ഒരിക്കലും നടക്കാത്തത്. എനിക്ക് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ആത്മചൈതന്യം വ്യാപരിക്കുക. ജീസസ്, ഇന്ന് നീ ഇവിടെ ഇറങ്ങിപ്പോകുമ്പം നീ പറഞ്ഞോണ്ട് പോകണം, കഴിഞ്ഞ നാളുകളിൽ ഒന്നും നടക്കാത്ത ചിലത് ഈ ദിവസങ്ങളിൽ നടക്കും. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടച്ച് പറ, ചിലത് നടക്കാൻ പോവാന്ന് പറ. അല്ലേ? എന്നിട്ട് അങ്ങോട്ട് ഇപ്പോഴേലും ആ മുഖം ഒന്ന് തെളിയട്ടെ. എന്നിട്ട് പറ, ചിലത് നടക്കാൻ പോവാന്ന് പറ. ഹല്ലേലൂയ. അടുക്ക ആരുമില്ല, നെഞ്ചത്തോട്ട് കൈവച്ച് പറ, ചിലത് നടക്കാൻ പോവാ. ദാവീദ് പറയാം, നീ നിന്നോട് തന്നെ പറ, എൻ്റെ മനസ്സേ നീ സ്വസ്ഥമായിരിക്കെ, യഹോവ നിനക്ക് ഉപകാരം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേ. അപ്പം ദൈവം പറയാം, ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? നിന്നെ പോറ്റേണ്ടതിന്. ഞാനൊരു ദൂത് പറയാം, എടാ, ദൈവം നിന്നെ പോറ്റാൻ തീരുമാനിച്ചാൽ, ഒരു രാജാവ് വിചാരിച്ചാലും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല.
ദൈവം നിന്നെ ഒളിപ്പിക്കാൻ തീരുമാനിച്ചാൽ, ഒരു രാജാവ് വിരിച്ചാലും നിന്നെ കണ്ടുപിടിക്കുകയല്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഇന്ന് രാത്രി വചനം കേൾക്കുന്നവരോട് പറയാം, ചിലരെ പോറ്റേണ്ടതിന്, നടത്തേണ്ടതിന്, പരിപാലിക്കേണ്ടതിന്, അത്ഭുതങ്ങൾ ചെയ്യേണ്ടതിന് ദൈവം ചിലത് കൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ 91 സങ്കീർത്തനത്തിലേക്ക് ഏറ്റവും പ്രധാനമായ ഒരു വാക്യം കേട്ടോണേ. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം 91 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും, മനസ്സിലായോ? നിന്റെ വഴി അടയ്ക്കാൻ ചിലർ എഴുന്നേറ്റപ്പോൾ എന്താ അടയ്ക്കാൻ പറ്റാത്ത? ദൂതനെ കൊണ്ട് കൽപ്പിച്ചിരിക്കുക ആ തടസ്സം മാറ്റാൻ. ഓ ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? 91 സങ്കീർത്തനം 11 വാക്യം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ അവൻ ദൂതന്മാരോട് നിന്നെ കുറിച്ച്, എന്നെ കുറിച്ച് തന്റെ ദൂതനോട് കൽപ്പിക്കും. എനിക്കിന്ന് മുഴുവൻ കിട്ടുന്നൊരു ഫീല്, ആർക്കൊക്കെ വേണ്ടിയോ ദൈവം ചിലതൊക്കെ കൽപ്പിക്കാൻ പോവാ. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ വഴിമധ്യത്തിൽ കിടക്കുന്ന തടസ്സം, നിന്റെ കുടുംബജീവിതത്തിനകത്ത് കിടക്കുന്ന വെല്ലുവിളി, ഓ നിന്റെ നന്മയുടെ അടഞ്ഞുപോയ വഴി ഈ ദിവസങ്ങളിൽ ദൈവം കൽപ്പിച്ച് ചിലത് തുറക്കാൻ പോവാ. ഇനി ഈ രാത്രിയിലെ മെസ്സേജിന്റെ ഏറ്റവും പ്രധാനമായ 2 വാക്യങ്ങൾ വായിക്കും. ഹമി ഒന്ന് നെഞ്ചത്ത് കൈവച്ചാൽ, എനിക്ക് വേണ്ടി ചിലത് കൽപ്പിക്കണേ. അകത്ത് വചനം വർക്ക് ചെയ്യുന്നവർ സംസാരിച്ചു തുടങ്ങണം. എനിക്ക് വേണ്ടി. നീ ചിന്തിക്കാത്ത സ്ഥലത്ത് തമ്പുരാൻ ചിലത് കൽപ്പിക്കും. നിന്റെ സന്തതിക്ക് പുതിയ വഴി കൽപ്പിച്ചാക്കും. നിന്റെ കുടുംബത്തിന് പുതിയ ഡോറ്. എനിക്കിന്ന് രാത്രി പ്രവചിക്കാനാ നിയോഗം. ഈ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാ പറയുന്നത്, കരയുന്ന രാത്രിയല്ല, നിനക്ക് വേണ്ടി യേശുവിന്റെ അധരം ഇന്ന് ചലിക്കുവാൻ പോകുക. ഓ നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പ്രേരണ വരുവാ. എന്തൊക്കെയോ ചില ബ്ലോക്കായ വഴികള് ഇന്നത്തെ പകൽ ഓപ്പണായി വരിക. ബ്ലോക്കായ വഴികൾ യേശു. പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു പ്രവചന ദൂത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 6 വാക്യം. ഗ്ലോറി. ഹല്ലേലൂയ. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. ദൈവം കൽപ്പിക്കും. വടക്കിനോട് തരിക എന്നും തരിക, തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. 2 ദൂത. ഒന്ന്, തടഞ്ഞു വെച്ചത് വിട്ടുക. തടയുന്നതിനോട് ഇനിയും തടയരുത്. ഞാൻ ഇന്ന് രാത്രി ഈ ദൂത് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, തടഞ്ഞു വെച്ച പലതും ഈ ദിവസങ്ങളിൽ നിന്റെ ലൈഫിൽ റിലീസാകും. ഓ ജീസസ്. 2, ഇനിയും ചിലതിനോട് തടയരുതെന്ന് ദൈവം കൽപ്പിക്കാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ചിലരുടെ ബ്ലോക്ക് പൊട്ടിയാൽ തന്നെ ചില വീടുകൾക്കകത്തും നന്മ വെളിപ്പെടും. ചിലരുടെ ബിസിനസ്സിനകത്തെ ബ്ലോക്ക് പൊട്ടണം. ചിലരുടെ ആത്മീക ജീവിതത്തിലെ ബ്ലോക്ക് പൊട്ടണം. നിന്റെ അകത്ത് ദുരാത്മ സ്വപ്നങ്ങൾ കാണിച്ച് നിന്നെ പീഡിപ്പിക്കുന്ന, ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന സകല ശക്തിയോടും വഴിമാറാൻ. ഓ ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച പറയാം. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ലോർഡ്, നിന്നിലേക്ക് വരേണ്ട പലതും തടയപ്പെട്ട് കിടക്കുക. ദൈവം പറയുക, ഞാൻ കൽപ്പിക്കും, ഇനിയും തടഞ്ഞു വെക്കരുത്. ഓ ഞാൻ കൽപ്പിക്കും, എൻ്റെ ജനത്തിന്റെ നന്മ ഇനി തടഞ്ഞു വെക്കരുത്. എൻ്റെ ജനത്തിന്റെ ദൈവകൃപ ഇനിയും തടഞ്ഞു വെക്കരുത്. ആരോടൊക്കെ ദൈവം ഇന്ന് തടസ്സം പൊട്ടിയാൽ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തെ കണ്ണൊന്ന് തുറക്കട്ടെ. ചിലതൊക്കെ റിലീസാകുന്നു.
ചിലരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുക, ചിലതൊക്കെ ഇന്ന് റിലീസാകും. ജീസസ് നിന്റെ വീട്ടുവാതുക്കൽ വന്നിട്ട് പല അനുഗ്രഹങ്ങളും വഴിമാറിപ്പോയെങ്കിൽ ദൈവം പറയാം, ഞാൻ ഇന്ന് രാത്രി കൽപ്പിക്കും, ഇനിയും തടയരുത്. നമ്മുടെ എല്ലാവരുടെയും ഒരു കുഴപ്പം പറയാം, നമുക്ക് ധാരാളം വാഗ്ദത്തങ്ങളുണ്ട്, ധാരാളം എന്തോ ഉണ്ട്, പക്ഷെ മൊത്തം തടസ്സമാണ്. ഇന്ന് കർത്താവ് നിന്നെ നോക്കി പ്രവചിക്കുക, ഞാൻ കൽപ്പിക്കും, ഇനിയും തടഞ്ഞു വെക്കരുത്. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുന്ന കരം. ഞാൻ കാണുന്ന വെളിപ്പാട്, ഒഴുകി വരുന്ന വെള്ളത്തെ ഡാം കെട്ടി തടയുന്ന പോലെ നിന്റെ നന്മയെ തടഞ്ഞു വെച്ചതെല്ലാം ഇന്ന് രാത്രി ദൈവത്തിന്റെ കൽപ്പനയുടെ മുമ്പിൽ പൊട്ടിമാറുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ആത്മീക വിടുതൽ വ്യാപരിക്കുക. നിന്റെ ആത്മീകത്തെ തടഞ്ഞു വെക്കുന്ന, അഭിഷേകത്തെ തടഞ്ഞു വെക്കുന്ന, ദൈവകൃപയെ തടഞ്ഞു വെക്കുന്ന, നിന്റെ വീട് നരകമാക്കാൻ ശ്രമിക്കുന്ന, നിന്റെ വീട്ടിൽ ഭിന്നത വെളിപ്പെടുത്തുന്ന, നന്മ വരുത്താത്ത ആ ദാരിദ്ര്യത്തിന്റെ വ്യാപാരെ ഇന്നും നിന്റെ വീട്ടിൽ നിന്ന് ശാസിച്ചിട്ട് ദൈവം പറയുക, ഇനി തടഞ്ഞു വെക്കരുത്. നിങ്ങളെ അലട്ടുന്ന മുഴുവൻ പ്രോബ്ലവും തീരാൻ ഒത്തിരി ദിവസം വേണ്ട, ഒറ്റ ദിവസം മതി. ഇന്ന് വിശ്വാസമുണ്ടോ? നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ അധരം ചലിക്കുക. നിന്റെ വിലാപത്തെ നൃത്തമാക്കാൻ ദൈവത്തിന് ഒറ്റ ദിവസം മതി. നിന്റെ സങ്കടം സന്തോഷമാക്കാൻ ദൈവത്തിന് ഒറ്റ ദിവസം മതി. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുക, ഇന്ന് തടുക്കുന്ന കരങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകണം. തടയുന്ന സ്പിരിറ്റ് നിന്നെ പെരുവഴിയിൽ എത്തിക്കത്തക്കവണ്ണം. ചിലരുടെ ഉള്ളില് ഹോളി സ്പിരിറ്റ് ഭയങ്കര നിയോഗങ്ങളും നടത്തിപ്പും ഉണ്ടാകും. നിങ്ങൾ എഴുതിയിട്ടോ, മുടങ്ങിക്കിടന്ന പലതും ഈ ദിവസങ്ങളിൽ നടപ്പിൽ വരും. ബ്ലോക്കായി കിടന്ന പലതും നിന്റെ കുടുംബത്തിൽ റിലീസാകും. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോവുക. ആ കണ്ണാടി വെച്ച ബ്രദർ ഒന്ന് കൈവക്കാവോ? ആ കണ്ണാടി, ബ്രദറെ, നിങ്ങളുടെ അടുക്കൽ യേശു വന്ന് നിൽക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും തോളേൽ, നമ്മുടെ ഒരാൾ പുറകിൽ വന്ന് നിന്നോണ്ട് രണ്ടുപേരുടെയും തോളെ കൈവെക്കുന്ന പോലെ നിങ്ങളുടെ പുറകിൽ വന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും തോളേൽ കർത്താവ് കൈവെക്കുക. എന്നിട്ട് എന്നോട് പറയുക, ലോർഡ്, തടഞ്ഞു വെച്ചതെല്ലാം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ട് ഒരു നന്മ നിന്റെ കുടുംബത്തിലോട്ട് ഒഴുകാൻ പോവുക. നിങ്ങൾ രണ്ടുപേരും എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയാം, തടഞ്ഞു വെച്ചതെല്ലാം നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകി വരാൻ തുടങ്ങിയാൽ നിന്റെ ലൈഫിന്റെ കഷ്ടകാലം, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ചിലതൊക്കെ ഇന്ന് വിട്ടുപോകണം. തടഞ്ഞു വെച്ചിരിക്കുക. നന്മകൾ, വാഗ്ദത്തങ്ങൾ, ഉയർച്ചകൾ, സമൃദ്ധികൾ ബ്ലോക്കായിരിക്കുക. ഞാൻ ആത്മാവിൽ കാണുക, ഇന്നൊരു കൈ അവിടെ തൊട്ടിട്ട് ഞാൻ ഒരാളെ എഴുന്നേൽപ്പിച്ചെന്നേ ഉള്ളൂ. നീ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ചെല്ലുക. നിന്റെ തലമുറ ഇരിക്കുന്നിടത്ത് ആത്മാവ് ചെയ്യുക. ആ ബ്ലോക്ക് ഇന്ന് ദൈവം അവരെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ ബ്ലോക്കായി കിടക്കുന്ന വാഗ്ദത്തം ഇന്നത്തെ ആരാധന പൊട്ടാൻ പോവുക. അവര് രണ്ടിനെ മുമ്പിലോട്ടൊന്ന് വന്നാട്ട്. ഞാനിവരെ വിളിക്കാൻ കാരണം, സിസ്റ്ററെ, ജനിക്കുന്നതിനെല്ലാം ഞെക്കിക്കൊല്ലുന്നൊരു സ്പിരിറ്റ് നിങ്ങളുടെ ലൈഫിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. ഇവരോട് ചോദിച്ചപ്പോ ഇവരെന്നോട് പറയുക, കല്യാണം കഴിച്ചിട്ട് 5 വർഷമായി, 4 പ്രാവശ്യം കുഞ്ഞിനെ ഗർഭം ധരിച്ചു.
4 പ്രാവശ്യം ആ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശത്രു ഇല്ലായ്മപ്പെടുത്തി. ശരിയല്ലേ പറയുന്നേ? ശരിയല്ലേ ജീസസ്? എന്നാ ഇന്ന് ഈ എവിടാ നിങ്ങളുടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാ. ലോഹൻ എന്നോട് ദൈവം പറയുക, തടഞ്ഞു വെക്കുന്ന കരം നിങ്ങൾ ഇത്രയും പേരിരുന്നിട്ട് ആരെയും എഴുന്നേൽപ്പിച്ചില്ല. ചിലരെ ഇന്ന് ദൈവം തൊടും. എന്നോട് ഇങ്ങനെ വിവരം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? ഈ വിവരം പറഞ്ഞിട്ടില്ല. എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ദൈവം സംസാരിച്ചു. ലോഡ് ഉള്ളതിനെ എല്ലാം ഞെക്കിക്കൊല്ലുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഇന്ന് പരസ്യമായി അതിനെ അഴിക്കണം. ലോഡ് തടുക്കുന്ന കരം ഇന്ന് ഈ കുടുംബത്തിന്റെ മേൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നിങ്ങളെല്ലാം കൈകൾ ഇവർക്ക് നേരെ ഒന്ന് നീട്ടിക്കേ. നമ്മൾ അനുപാസ മാത്രമല്ല ശുശ്രൂഷ ചെയ്യുന്നത്, നമ്മൾ ഒന്നിച്ച് ചെയ്യുക. എന്തിനാണെന്നറിയാ? ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ തടയുന്ന കരം, ഓ ഹാ ജീസസ്, എല്ലാരും വാ തുറന്ന് പാടിക്കേ. നിങ്ങൾ വാ തുറന്ന് പാടിക്കേ. തുറന്നു തന്നോനേ ആരാധിക്കുന്നേ. സ്വപ്നം കാണുമ്പോ വാതിലും വഴികളും യേശുവിന്റെ നാമത്തിൽ തുറന്നു തന്നോ. ഉദരത്തിൽ വെച്ച് നശിപ്പിക്കുന്ന ദുഷ്ടശക്തിയെ ഇന്നിവിടെ ലൈഫിൽ നിന്ന് ഞാൻ ബ്രേക്ക് ചെയ്യുക. 4 കുരുന്ന ജീവനെ അപകരിച്ച ദുഷ്ടശക്തിയെ ഇവിടെ അങ്ങേ പോ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങേ പോലെ ആരുമില്ല. അങ്ങേ പോ എണ്ണിയാൽ എന്നെ നോക്ക്, 398 ദിവസം കഴിയുമ്പോൾ 398 ദിവസം കഴിയുമ്പോൾ നിനക്കൊരടയാളം കാണാം. ആ അടയാളം ലോർഡ്, കട്ടിയില്ലെന്ന് പറഞ്ഞ ഉദരത്തിന് കട്ടിയുണ്ടാവും. ഞെക്കിക്കൊല്ലുന്ന വ്യാപാരം പൊട്ടിയിട്ട് അകത്തുനിന്നൊരു പൈതല് പുറത്തു വരുന്ന കാഴ്ച യേശുവിന്റെ നാമത്തിൽ ഈ ഓഡിറ്റോറിയം ദൂതന്മാരെ കൊണ്ട് നിറയുകയാ. എവിടൊക്കെയോ ബ്ലോക്കുകൾ പൊട്ടുകയാ. യേശുവിന്റെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞതൊക്കെ മാറാൻ പോവാ. അതുടനെ ലഭിക്കും. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവളെ മുദ്ര ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ധൈര്യമായിട്ട് ദൈവം അനുവദിച്ച 2027 കഴിയുമ്പോൾ 27 മീറ്റിങ്ങിന് വരും. അന്നേരം ഒരു കുഞ്ഞുവാവയും കൊണ്ട് ഇവിടെ വരാം കേട്ടോ. ധൈര്യമായി പോ. അച്ഛാ, ഈ നെഞ്ചത്ത് കൈവച്ചൊക്കെ അച്ഛൻ ഒന്ന് കൈവെക്കാവോ?
അച്ഛൻ എന്നെ ഇരുന്നാ മതി, എഴുന്നേക്കണ്ട. അച്ഛനോട് ഒരു ദൂത് പറയാൻ. നമ്മൾ ഈ അച്ഛൻ ഓർക്കുന്നുണ്ട്, പിള്ളേര് ഞാനൊക്കെ കൊച്ചുകുട്ടിയായിരിക്കുമ്പം ഇതുപോലെ പേപ്പറിൽ സ്റ്റാർ വരയ്ക്കും, ഇങ്ങനെ സ്റ്റാർ. ഇപ്പൊ വരച്ചാൽ ഒക്കുമെന്ന് അറിയത്തില്ല. ഞാനിപ്പോ സ്റ്റാർ വരച്ചിട്ട് ഒക്കുന്നില്ല, ഒന്ന് കാണിക്കുന്നില്ല. നോക്ക, ഇങ്ങനെ ക്രിസ്മസിലിടുന്ന സ്റ്റാർ അങ്ങനെ ഒരു പേപ്പറെ വരച്ചിട്ട് നമ്മുടെ നെഞ്ചത്ത് പതിച്ചിടുക. ഞാൻ ചോദിച്ചു, എന്താ കർത്താവ് എന്ന് ചോദിച്ചു. നിന്റെ ഭാവി പദ്ധതിക്കെതിരെ ശത്രു ഒരു ചിത്രം വരച്ച് നിന്റെ നെഞ്ചിൽ പതിപ്പിച്ചേക്കുക. ഇന്ന് ദൈവം ആ ചിത്രം തുടയ്ക്കും. എന്നിട്ട് സ്വർഗത്തിലെ ദൈവം നിന്റെ ഭാവി സംബന്ധിച്ച് ഒരു ചിത്രം വരയ്ക്കും. നിനക്കൊരു സൗഖ്യം വരാൻ പോവുക, നിന്റെ ഗതികേട് പൊട്ടാൻ പോവുക, നിന്റെ കഷ്ടകാലം. ഒരു മിനിറ്റ് ഇവിടെ വരെ വരാം, എനിക്കൊന്ന് കൈ തരാൻ വേണ്ടി. ഒന്ന് ഒരു ഹല്ലേലൂയ പാടാമല്ലോ. വലിയവൻ യേശു, യേശു, യേശുവാരിലും മതിയായവൻ. വീണ്ടും ഞാൻ പറയുന്ന അച്ഛാ, എന്നെ ഒന്ന് നോക്കിക്കേ. ഒരു നക്ഷത്രത്തിന്റെ ചിത്രം വരച്ച് സൂക്ഷ്മ നെഞ്ചിന്റെ അവിടെ ശത്രു ഒട്ടിച്ചു വെച്ചേക്കും. ചില നെഞ്ചിന് പ്രശ്നമുണ്ടോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ശത്രു വരച്ച ചിത്രം നിന്റെ ലൈഫിൽ എന്നേക്കുമായി ദൈവം ഇന്ന് മായ്ക്കും. എന്നിട്ട് എന്നെ കർത്താവ് കാണിക്കുക, ഒരു പേപ്പറിൽ ഒരു പെണ്ണ്. ഇന്ന് ചില വീട്ടുപേരുകൾക്കകത്ത് വിടുതൽ നടക്കും. അഴിയാത്ത ചില പാരമ്പര്യ ശാപങ്ങൾ ചില വീട്ടുപേരുകൾക്കകത്തുനിന്ന്. ഞാൻ ദൈവശബ്ദം വെളിയിൽ കേട്ടോണ്ടിരിക്കുക. ഇത് പ്രസംഗം മാത്രമല്ല, ഇതൊരു ശുശ്രൂഷയാ. അപ്പൊ ചില കുടുംബത്തിന്മേൽ കിടക്കുന്ന ശാപങ്ങൾ ഇന്നത്തെ ആരാധന അഴിയും. നിനക്കറിയാം, നിന്റെ വീട്ടുപേരിനകത്ത് ഒരു ശാപം കിടപ്പുണ്ട്. ഇന്നത് യേശുവിന്റെ നാമത്തില് ചാച്ചാന് തന്നെ അറിയാം എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, അറിയത്തില്ലേ? അത് ഒരു കാര്യം കൊണ്ടല്ല, പല കാര്യം കൊണ്ടറിയാം. നീ കുതിച്ചു ചാടി വന്നവനാ, പക്ഷെ നിന്നെ പിടിച്ചു കെട്ടിയവനായിപ്പോയി. പക്ഷെ എന്നോട് ദൈവം പറയുക, ഇന്ന് ആ ചിത്രം ദൈവം മായ്ക്കും. ജീസസ്, നിനക്കൊരു വലിയ സൗഖ്യം ദൈവത്തിൽ നിന്ന് വരും. മാത്രമല്ല, നിന്റെ വീടിന്റെ ഗതി ദൈവം മാറ്റും. എനിക്കെന്തോ ഇന്ന് രാത്രി പ്രസംഗത്തെക്കാൾ പ്രവചനമാ വരുന്നേ. ഓരോ ദിവസവും എന്തൊക്കെ ശുശ്രൂഷയാണെന്ന് എനിക്കറിയത്തില്ല, ഇത് പ്രവചനമാ വരുന്നത്. നിന്റെ കുടുംബ ചരിത്രം എന്റെ ദൈവം തിരുത്താൻ പോവാ. ചേർത്ത് പിടിക്കേണ്ടവർ ഇട്ടേച്ചു പോയി. ഓ ജീസസ്, കൈ പിടിച്ചുയർത്തവർ കൈ കുടഞ്ഞു കളഞ്ഞു. എന്നാൽ ഇപ്പൊ ദൈവം പറയാം, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അപ്പനായി, അമ്മയായി, സഹോദരനായി. യെസ്, അധുരാമ എല്ലാമായും നന്മയെന്നും വേണം, യേശുവേ വേണം. അപ്പനായും അമ്മയായും എല്ലാമായും നന്മയെന്നും വേണം, യേശുവേ വേണം. നിങ്ങൾ തുടങ്ങിയ അനുസരിച്ച് ആ ബിസിനസ് വളർന്നായിരുന്നെങ്കിൽ നിങ്ങളൊരു രാജാവായി വാഴത്തില്ലായിരുന്നു, ഇല്ലായിരുന്നോ? മൊത്തം ബ്ലോക്കായി പോയി. ഉണ്ടാക്കിയ ലക്ഷങ്ങളും കോടികളും ബ്ലോക്കായി പോയി. ഇന്നത് പൊട്ടാൻ പോവാ. അവൻ തുടങ്ങിയ ബിസിനസ് മൊത്തം പരാജയപ്പെട്ടു. ഇന്ന് താൻ ഒരു കമ്പനി ജോലി ചെയ്യുക. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഇവന്റെ ഗതികേട് ആ ചിത്രം ഇന്ന് മായ്ക്കും ദൈവം.
ഓ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ആരെ എഴുന്നേൽപ്പിക്കാൻ ഞാൻ കറക്റ്റ് കാര്യമാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഇവന്റെ കഷ്ടകാലം മാറട്ടെ. ഓ സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആ ഷാലിട്ട മോളോട് ഒന്ന് കൈവെക്കാവോ? ആ വെള്ള ഷാലിട്ട മോളോട് ഒന്ന് കൈവെക്കിയാവോ? ആ മോള് തന്നെ, ആ മോള് തന്നെ. ആ ഒന്ന് കൈവെക്കിയാവോ? യേശുവേ, നിന്റെ അടുക്കൽ കർത്താവ് വന്നു നിൽക്കുക. ധാരാളം വാഗ്ദത്തമുള്ള ഒരു മോളാ നീ. പക്ഷെ വാഗ്ദത്തങ്ങളോട് അടുക്കാൻ കഴിയാതെ ഒരു വൃത്തം വരച്ച് അതിനകത്ത് നിന്റെ ലൈഫിനെ ഒതുക്കി കളഞ്ഞെങ്കിൽ ശത്രു വരച്ച വൃത്തം ഇന്ന് തമ്പുരാൻ പൊളിക്കുക. ഓ യേശുവിന്റെ നാമത്തില് ഈ വർഷം ഡിസംബറിന് മുമ്പ് നിറവേറാകേണ്ട ദൂത് ഒരു തീയത്ത് വെച്ച വെള്ളം തിളയ്ക്കുന്ന പോലെ ഇന്നും നിന്റെ മേളിൽ തിളയ്ക്കുക. അവള് കുറച്ചു നേരം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അപ്പ എന്നെ ഒന്ന് തൊടുവോ? നിന്നെ തൊടും, നിന്നെ തൊടും. ഇപ്പോ നീ രക്ഷിക്കപ്പെട്ട പിന്നെ ഇന്ന് വരെ ഇല്ലാത്തൊരു ഒരു സ്പിരിച്വൽ ടച്ച് ഇപ്പൊ നിനക്ക് ഉണ്ടാവും. ആ ടച്ച് എന്തിനാണെന്നറിയാമോ? ജീസസ് യാബോക്കടവിന്റെ തീരത്തുനിന്ന് യാക്കോബ് പോയത് ജീസസ് ഒത്തിയാ. അതിന്റെ കാര്യം അവന്റെ ശരീരത്തിനോട് ചൂടടയാളം നിൽക്കുക. നിന്റെ ലൈഫിനെ ഗതികേടിൽ എത്തിച്ച ചില തകർത്തു കളഞ്ഞല്ലോ. ഇന്ന് പകൽ ഉടഞ്ഞ പാത്രം പണിയുന്ന പോലെ നിന്റെ തകർന്ന ലൈഫ് എന്റെ അടുക്ക വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്, കൂടെയുണ്ട്, തളരാതെ മരുഭൂമി യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഞാന് കുറച്ചു നേരം കൊണ്ട് ഈ മോടെ മുമ്പില് ഒരു ഇരുമ്പഴി വന്ന് നിൽക്കുക. ആ ഇരുമ്പഴിക്കകത്തുനിന്ന് അദ്ദേഹം കിടക്കുവാന്ന് ഇവള് ചെന്ന് ഇതുപോലെ കൈക്ക് പിടിച്ച് വലിക്കുക. ഇരുമ്പഴിന്ന് വെളിവാ. ഞാൻ ഇത് ചോദിക്കാൻ അവളെ ഇവിടെ വിളിച്ചു വരുത്തി. ലോർഡ്, മോളെ വിടുതൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എവിടെ അവളുടെ വിളി? എവിടെയാ അവളുടെ വിളി? ജീസസ്, ജീസസ്. എന്നെ നോക്കിയേ, ഒരു ഇരുമ്പഴിക്കകത്ത് കിടക്കുന്ന ഒരാളെ, മോൾ എന്നെ നോക്കി, കെനസ് വന്ന ചിത്രം മനസ്സിലാകാനാ. ഇതുപോലെ വലിക്കുക, വെളിവ. ഈ പിടിച്ചിരിക്കുന്ന കൈ നിന്റെ കൈയാ. ജീസസ്. അതിനർത്ഥം ഒരു തടവറയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ കൈ പിടിച്ച് പുറത്തു കൊണ്ടിരുന്ന പോലെ ദൈവം
ചിലതിനെ പുറത്തു കൊണ്ടുവന്ന് നിന്റെ കയ്യിലോട്ട് തരാൻ പോവാ യേശുവിന്. ദൂരബഖബാര. ഈ മോടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? മമ്മിയാണോ? മമ്മിയോടെ വന്നാട്ടെ. യേശുവേ, ഏറ്റവും പറയിരിക്കുന്ന അങ്കിളൊന്ന് കൈവെക്കാവോ? ആ വെള്ളഷർട്ടിട്ട അങ്കിള്, നിന്നെ ഒരു ഷാള് കൊണ്ടുവന്ന് ദൈവം പുതപ്പിക്കൂ. ഒരു ഷാള്. ഞാനിത് ചോദിച്ചു എന്തുവാന്ന് ചോദിച്ചോ, പറഞ്ഞു ഏലിയാവിന്റെ മേൽ നിന്ന് ഏലിശയ്ക്ക് വീണ പുതപ്പ് പോലെ നിനക്കൊരു പുതപ്പ് തരാൻ, അഭിഷേകത്തിന്റെ പുതപ്പ് തരാൻ കർത്താവ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നിന്നെ ഇടിയിച്ചില്ല, പക്ഷെ നിന്റെ അടുക്കൽ ഇങ്ങനെ നമ്മൾ ഈ ഷാളിങ്ങനെ പുതപ്പിക്കുന്നില്ലയോ, അങ്ങനെ വന്ന് നിൽക്കുക. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്നും നിന്റെ ലൈഫിനെ മാറ്റുന്ന, ഞാൻ ഫൈനാൻഷ്യൽ അല്ല പറയുന്നത്, നിന്റെ സ്പിരിച്വൽ ലൈഫ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. നീ മോൾ എന്താ ചെയ്യുക? ടീച്ചറാ, ഇവിടെ എവിടാ? For thrones and dominions of powers and positions your name നിന്റെ കുടുംബജീവിതം സംഭവിച്ചു വരാൻ പോകും. വിടുതൽ കിട്ടുന്നൊരു വിഷയമില്ലേ ഇവിടെ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ജയിലിൽ കിടക്കുന്നതല്ല, ഇരുമ്പടിക്കാത്ത ഒരാൾ കിടക്കുക. നമുക്ക് മനസ്സിലാകാനാ അങ്ങോട്ട് അതിന് അമ്മയെ കൂടെ വിളിച്ച ഈ ചിത്രം അമ്മയുടെ മനസ്സിൽ നിന്ന് പോകല്ലേ. ഇരുമ്പടിക്കകത്ത് കിടക്കുന്നവന് 3 സൈഡിലും ഈ ഇരുമ്പ് തകഞ്ഞാൽ കിടന്നാൽ വരാൻ പറ്റത്തില്ല. അതുപോലെ ജീസസ് നിന്റെ കുടുംബത്തിൽ വാഗ്ദത്തം ഇതുപോലെ അടച്ചിട്ടേക്കുക. അത് പൊട്ടിച്ചു ദൈവം വെളിയിൽ കൊണ്ടിരുമ്പോൾ നീ ആഗ്രഹിക്കുന്ന ഒരു അടയാളം. നിങ്ങൾക്കറിയോ, വലിയ അംഗീകാരം കിട്ടണ്ട, ഒരു പദവിയിലേക്ക് എത്തേണ്ടവരാ, പക്ഷെ അതിനെല്ലാം ബ്ലോക്ക് ചെയ്തേക്കുക. ഇന്ന് യേശുവിന്റെ നാമത്തിലെ കെട്ടുപൊട്ടി. ഒരു കാലത്ത് ഈ കൊച്ചു ഭയങ്കര അഭിഷേകത്താൽ നിറഞ്ഞവളാണ്, പക്ഷെ ഇന്ന് അവിടെ അഭിഷേകത്തിന്റെ വളർച്ചയെ പോലും മുരടിപ്പിച്ചേക്കുക. ഞാൻ പറയുന്നത് കറക്റ്റാണോ? ഇവൾ പ്രവാചകയായിരുന്നോ ജീസസ്? എന്നാൽ ഈ ദിവസങ്ങളിൽ അവൾ പ്രവചിക്കും. അങ്ങനെ ഒരു ദൈവാത്മ ഭാരം. ഇപ്പൊ ഞാനീ പറഞ്ഞ ദൂത എനിക്കും ഈ ഫാമിലിക്കും മാത്രം അറിയാം. കാരണം തടവറ പൊട്ടുന്ന പോലെ ഇന്ന് ചിലത് പൊട്ടാൻ പോവാ. കർത്താവേ, ഇവിടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം നിറവേറട്ടെ. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക. തടവറ പൊട്ടി ഒരു വ്യക്തി വെളി വരുന്ന പോലെ ഇവിടെ ലൈഫിൽ കിടക്കുന്ന വാഗ്ദത്തം, ചില ചങ്ങല പൊട്ടി വെളിവരട്ടെ. നിന്റെ അമ്മയുടെ മക്കളിൽ വെച്ച് നീ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. നിന്റെ പേര് ഭൂമിയിലെ മഹാന്മാരുടെ പേര് പോലെ ദൈവം മാറ്റും. അത്ര വലിയ വാഗ്ദത്തം നിന്റെ പേരുണ്ട്. നീ പ്രവചിക്കുന്ന പ്രവാചകിയാവും. തടസ്സങ്ങൾ മാറിയെന്ന് ഈ 8-ാം തീയതി നീ കുറിച്ചോ. ധൈര്യമായി പോകട്ടെ. നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്നവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നു യേശുവേ. മാത്രമല്ല, ലൈവിൽ കാണുന്ന ചിലരുടെ മേലും വലിയ വിടുതലുകൾ സംഭവിക്കാൻ പോവുക. ഞാൻ ഇനി നിങ്ങൾക്കൊരു സമയം നിർത്തേണ്ട സമയമൊക്കെ ഇവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാസ്റ്റർ പറഞ്ഞു ഇച്ചിരി പോയാലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്കാണേ മടുപ്പുമില്ല ശുശ്രൂഷിക്കാൻ. അപ്പം നമ്മൾ ഒരു വാഗ്ദത്ത വചനം പറഞ്ഞിട്ട് പോവാം. 5 എണ്ണമാണ് പറയേണ്ടത്. ഇന്ന് പറയാം, നാളെ ഇത് പറയുമെന്ന് എനിക്കറിയത്തില്ല. നാളെ അധികാരത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആവർത്തന പുസ്തകം എടുക്കാം, 28-ാം അധ്യായം എടുക്കാം. അതിന് 8-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. ഇതിനെല്ലാവരും ആമീൻ പറയണം, എന്നിട്ട് ബൈബിൾ അടച്ചെഴുന്നേക്കാൻ പോവാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. എന്നെ നോക്കിയേ, നീ
തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം ദൈവം കൽപ്പിക്കും. ഇതിനൊരു ആമീൻ പറയാമോ? ഒന്ന് പറഞ്ഞു, ഞാൻ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കണം. സ്തോത്രം. നമ്മളൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് രഹസ്യമായിട്ട് ആരും വെച്ചേക്കുന്നവരാണ്. പക്ഷെ ഇന്നത് പരസ്യമായിട്ട് പറയാനായിട്ട് എനിക്ക് നിയോഗം കിട്ടി. 3 പ്രാർത്ഥന പ്രാർത്ഥിക്കും. 1, കർത്താവേ, ഇന്ന് ആരുടെ മേൽ കൈവച്ചാലും അവർക്കെല്ലാം വിടുതൽ കിട്ടണം. ആരുടെ രഹസ്യം വെളിപ്പെടുത്തിയാലും അവൻ മുന്നോട്ട് വരുമ്പോൾ തന്നെ അവൻ വിടുവിക്കപ്പെടണം. 3, ആമീൻ, ഞങ്ങൾ കൈ തൊടുന്നിടത്തെല്ലാം ദൈവം അനുഗ്രഹം കൽപ്പിക്കണം. ഇന്ന് ഈ രാത്രിയിലെ ദൂത് പറയാം, ദൈവം ചിലതൊക്കെ കൽപ്പിക്കാൻ തയ്യാറാ. നീ കൈ തൊടുന്ന സകലത്തിലും. ഇനി എല്ലാരും കൈ തൊടുന്നതിലല്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഇത് കുറച്ചു നേരം പ്രസംഗിക്കണം, പക്ഷെ എന്നാലും ഷോർട്ട് ടൈം കൊണ്ട് ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ സ്തോത്രം, നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്ക് മീതെ ഉന്നതമാക്കും. അപ്പൊ ആര് കൈ തൊടുമ്പോഴാ ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ എന്തിൽ തൊട്ടാലും ബൈബിള് പറയാ ദൈവം അനുഗ്രഹം കൽപ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്തോത്രം. നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ എന്തിൽ തൊട്ടാലും ദൈവം അനുഗ്രഹം കൽപ്പിക്കണം. ലവ് യു ഫാദർ, ലവ് യു ഫാദർ. ഇതൊരു വാഗ്ദത്ത വചനം തന്നു വിടുക. കർത്താവിന് സ്തോത്രം. ഞങ്ങളൊരു വീട്ടിൽ പാർക്കാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലെ വാതുക്കലോട്ട് കയറുമ്പോൾ മനസ്സിൽ പറയുന്നൊരു വാക്യമുണ്ട്, കർത്താവേ, ഞങ്ങൾ കാലുകുത്തിയ സ്ഥലം അനുഗ്രഹിക്കപ്പെടണം. ഒരു വ്യക്തിക്ക് കൈ കൊടുത്താൽ നമ്മൾ പ്രാർത്ഥന, കർത്താവേ, ദൈവത്തിന് സ്തോത്രം, ഇവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു വണ്ടിയെ കയറിയാൽ ആ വണ്ടിയെ കൈവെക്കും, ഈ വാഹനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു സ്ഥാപനത്തിൽ കയറിയാൽ ആ സ്ഥാപനത്തെ പറയും, ഈ വ്യക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ കൈ തൊടുന്ന സകലത്തിലും ഇതുവരെ ചിന്തിക്കാത്ത റേഞ്ചിലേക്ക് നീ പോകണം. നിന്നെ തകർക്കാൻ വന്ന മന്ത്രവാദി ലജ്ജിക്കും, നിന്നെ ഒതുക്കാൻ വന്ന ദുഷ്ടശക്തി ലജ്ജിക്കും. കാരണം അവരുടെ മുമ്പിൽ വെച്ച് നീ കൈ തൊടുന്ന സകലത്തിലും യേശു അനുഗ്രഹം കൽപ്പിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ചിലരെ അനുഗ്രഹിക്കാൻ നിന്നെ ദൈവം കണ്ടിരിക്കുക, ചില കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക, ചില തലമുറകളെ ബ്ലസ് ചെയ്യാൻ. ഞാന് മീറ്റിംഗ് കഴിഞ്ഞ് ഒരു സകലം നേരം വിശ്രമിക്കുമ്പോൾ ഈ വാക്യം എൻ്റെ മുമ്പിൽ വന്നു, നീ കൈ തൊടുന്ന സകലത്തിലും. എന്നോട് കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി നീ പ്രസംഗം നിർത്തുമ്പോൾ ഞാൻ കൈ തൊടുന്ന സകലത്തിലും നിന്നെ അനുഗ്രഹിക്കുമെന്ന്, അനുഗ്രഹം കൽപ്പിക്കുമെന്ന് പറഞ്ഞേച്ച് വേണം നിർത്താൻ. ഈ വാക്യം മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇവിടുന്ന് പോകാൻ. ഞാൻ കൈ തൊടുന്ന സകലത്തിലും കർത്താവ് അനുഗ്രഹം കൽപ്പിക്കും. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്ക് നീ എന്തി തൊട്ടാലും അവിടെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾക്കറിയോ, യോസഫിനെ പൊത്തിഫറിന്റെ വീട്ടിലോട്ട് കെട്ടി, ആ വീട് മൊത്തം അങ്ങ് അനുഗ്രഹിച്ചു. അവൻ എന്തോത്തെ തൊട്ടാലും അനുഗ്രഹമാണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരന് അവൻ്റെ കമ്പനിയിലോട്ട് എന്നെ കൊണ്ടുപോവാ. അവൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, സ്തോത്രം, ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷേ എന്നെ ഈ കമ്പനി ഒരു ലേബറായിട്ട് കൊണ്ടുവന്ന. ഒരു ദിവസം എൻ്റെ മുതലാളി എന്നെ തപ്പി വന്നപ്പം എൻ്റെ മുറിക്കകത്ത് ഭയങ്കര പ്രാർത്ഥന നടക്കുക. മുതലാളി 2 മണിക്കൂർ വെളിയിൽ നിന്ന് പ്രാർത്ഥന കേട്ടിട്ട് പോയി. പിറ്റേ ദിവസം മുതലാളി എന്നെ വീട്ടിൽ വിളിച്ചോണ്ട് പോയിട്ട് ഞങ്ങളുടെ ബിസിനസ് കിട്ടുന്ന കോൺട്രാക്ട് എടുക്കുന്ന ചർച്ച ചെയ്യുന്ന മുറിക്കകത്ത് കയറ്റിച്ച് പറഞ്ഞു, എടാ ഒന്ന് പ്രാർത്ഥിക്കടാ, ഇന്നലെ നിന്റെ പ്രാർത്ഥന എന്തോ പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ അവനെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു. അന്ന് അവർക്ക് 2 പുതിയ ബിസിനസ് കിട്ടി. അവനോട് പറഞ്ഞു, ഇനി നീ ജോലി ചെയ്യണ്ട, നിനക്കൊരു ജോലിയുണ്ട്, എല്ലാ പുതിയ കോൺട്രാക്റ്റിന് മേലും കൈവച്ച് പ്രാർത്ഥിക്കണം, എൻ്റെ കൂടെ എല്ലായിടത്തും വരണം. കേൾക്കണോ? അവൻ്റെ ഇപ്പോഴത്തെ ശമ്പളം 4 ലക്ഷം രൂപയാ. ഫാമിലി സ്റ്റാറ്റസ്, കാറ്, വീട്, ഫുഡ്, സൂപ്പർ മാർക്കറ്റ് ബില്ല് വരെ മുതലാളിയാണ് കൊടുക്കുന്നത്. എന്തുവാ കാര്യം? സ്തോത്രം. ഇവൻ എന്നാ പ്രാർത്ഥിച്ചാലും അനുഗ്രഹമാണ്.
ഞാനിവിടെ ഇരിക്കുന്നു. ഇന്ന് ചിലരുടെ ഗതികേട് പൊട്ടുന്ന ഈ വാട്ടട്ടം നിന്റെ പോലെ ഒന്ന് വീഴട്ടെ. യോസഫിനോട് കൂടെ ഇരുന്ന ദൈവം നിന്റെ കൂടെ ഇരിക്കട്ടെ. നീ കൈ തൊടുന്ന സകലത്തിലും. ഈ വാക്യവും ഈ അനുഭവം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് കൊതിച്ചു പോകും. കർത്താവേ, അങ്ങനെ ഒരു വരം. ഓ, എത്ര പേരതിന് ആമീൻ പറയും. അങ്ങനെ ഒരു വരം. ഹല്ലേലൂയ. കർത്താവ്, ഞാനൊരിക്കൽ സ്വത്രം ഒരു ദൈവദാസനും ഞാനോടൊരു സ്ഥലത്ത് പ്രസംഗിക്കും. അദ്ദേഹത്തെ ഇതുപോലൊരു മീറ്റിംഗ് പരിചയപ്പെട്ട പുള്ളി എന്നെ പറയുമെന്ന് പരിചയപ്പെട്ടു. ഞാൻ ഇന്ന മീറ്റിങ്ങിൽ പാസ്റ്ററോടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, എന്താ മുമ്പിൽ വരുന്നത് സംസാരിക്കാം. അപ്പം യോഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കലെല്ലാം ആൾക്കാർ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പം ഭയങ്കര തിരക്കായോണ്ട് ഒരാൻറ്റി ആ പുള്ളിക്കാരൻ്റെ അടുക്കൽ ചെന്നു. പുള്ളിക്കാരൻ എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് പുള്ളി പറയാ, ആര് പ്രാർത്ഥിച്ചാൽ കേട്ടില്ലല്ലോ അമ്മച്ചി, ഞാൻ പ്രാർത്ഥിച്ചാൽ യേശു കേൾക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥന അങ്ങ് നിർത്തിച്ചു. പുള്ളി നോക്കിയിരിക്കുക. ധൈര്യം കണ്ടോ? ആര് പ്രാർത്ഥിച്ചാൽ കേട്ടില്ലേലും പുള്ളി പ്രാർത്ഥിച്ചാൽ. ഓ, ഓരോരുത്തരുടെ ധൈര്യം. ഞാൻ ചോദിച്ച പുള്ളിയോട്, സ്തോത്രം പാസ്റ്ററേ, ഹല്ലേലൂയ, ആര് പ്രാർത്ഥിച്ചാൽ കേട്ടില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കുമോ? ഓ ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ജീസസ് ആർക്കൊക്കെ ഒരു വരം ദൈവം തരാൻ പോവാ. നീ കൈ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. ചിലരോട് ദൈവം പറയാം, ബൈബിളിൽ അറിയാം, ബൈബിളില് തമ്മി അനുഗ്രഹിക്കുന്നുള്ള ബൈബിളിന്റെ നിയമമാണ്. തമ്മി ഈ ബൈബിളിൽ വാക്യമുണ്ട്, തന്നെത്താൻ അനുഗ്രഹിക്കാൻ സത്യദൈവത്താൽ എന്നേക്കും അനുഗ്രഹിക്കപ്പെടുമെന്ന് പ്രവാചകൻ പ്രവചിച്ചേ. അപ്പൊ തന്നെത്താൻ അനുഗ്രഹിക്കണം മറ്റൊരാളെ. ഇപ്പൊ ഞാൻ കെനസിനെ തിമോത്തിയെ അങ്ങ് അനുഗ്രഹിക്കുക. കെനസിനെ എപ്പോഴും കൊടുക്കുന്നത്, ഇന്ന് തിമോത്തിക്ക് കൊടുക്കട്ടെ. തിമോത്തിയെ അങ്ങ് അനുഗ്രഹിക്കുക. തിമോത്തി വലിയ ലെവലിലാകുമ്പോൾ എനിക്ക് അസൂയ ഉണ്ടാകല്ലേ. ആ അനുഗ്രഹം അവന് എങ്ങനെ ലഭിക്കുന്നോ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നീ കൈ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. ഒന്ന് പറഞ്ഞേ, ഞാൻ കൈ തൊടുന്ന സകലത്തിലും ദൈവം അനുഗ്രഹം കൽപ്പിക്കും. ഒന്നുകൂടെ പറഞ്ഞോ, ശബ്ദം പോരാ. ഞാൻ കൈ തൊടുന്ന സകലത്തിലും. വചന പറയുന്നത്, ഞാൻ കൈ തൊടുന്ന നീ കൈ തൊടുന്ന സകലത്തിലും. മോനെ, നീ കൈ തൊടുന്ന സകലത്തിലും, ഈ കീബോർഡിലും എന്തിനും നീ കൈ തൊടുന്നതിലെല്ലാം ആരോടൊക്കെ ദൈവം സംസാരിക്കുക. ഇങ്ങനെ മനസ്സിൽ വെച്ചോണ്ട് എന്ന് വീട്ടിൽ ചെല്ലാം. നീ വീട്ടിൽ കാല് കുത്തുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ.